ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഞാൻ വീണ്ടും വന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നെയ്ച്ചോറും ബീഫ് കറി ഉണ്ടാക്കുന്നൊരു ഇത് കാണിക്കാനാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്, പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു സവാള ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഏലക്ക, കറാമ്പൂ, കുരുമുളക്, ക്യാരറ്റ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി അങ്ങനെയുള്ളതാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വെളിച്ചെണ്ണയൊക്കെ ഒന്ന് നല്ല ചൂടായി വന്നാൽ അതിലേക്ക് ഏലക്ക ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സവാള ഇട്ട് കൊടുത്തൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. സവാള നല്ലൊന്നും വാട്ടൊന്നും വേണ്ട കേട്ടോ. ഞാനിപ്പോൾ ഒരു 1.5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു 2.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ അതിലേക്ക് ക്യാരറ്റും അണ്ടിപ്പരിപ്പും മുന്തിരിയും കറുകപ്പട്ടയിലയും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു നാരങ്ങയുടെ പകുതി നീരും ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് അരി കഴുകിയിട്ട് വാര വെക്കാം കേട്ടോ. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കഴുകി വെച്ച അരി നമുക്ക് ആ തിളക്കുന്ന വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വെക്കാം. മൂടി വെക്കുമ്പോൾ തീ നല്ലോണം കുറച്ച് വെക്കണം കേട്ടോ. അല്ല വെച്ചാൽ വെള്ളം പെട്ടെന്ന് വറ്റിയാൽ ചോറിന് വേവ് കിട്ടില്ല. അപ്പോൾ ഒന്ന് തീ കുറച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലോണം മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. ചോറ് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് മൂടി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ബീഫ് കറി റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ബീഫൊക്കെ കഴുകി കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരു സവാള അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 2 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 5 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളകും പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ഇറച്ചി മസാല, ഒരു ലേശം സുർക്ക, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടൊന്ന് നമുക്ക് നല്ലോണം കൈകൊണ്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ നല്ല മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ലേശം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് 6 വിസിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ 6 വിസിലൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. നമ്മളെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് ചോറ് വിളമ്പാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നെയ്ച്ചോറും ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ ബീഫ് കറിയും നെയ്ച്ചോറൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്.